നല്ലൊരു ക്രാബ് മസാല എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എളുപ്പവും രുചികരവുമായ ക്രാബാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കും. അതിന് ആദ്യം തന്നെ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഞാൻ 2-3 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് വഴറ്റാനായിട്ട്. ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് അതിന് എരി വരുന്നതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കറിവേപ്പില, ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് വരുന്നതാണ്. വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്, അത് അതിലേക്ക് ചേർക്കാം. ചേർത്തിളക്കാം നല്ലപോലെ. ക്രാബ് മസാല ആയതുകൊണ്ട് ഉള്ളി അധികം വഴണ്ട് പോകണ്ട. കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ ഈ കളറിലൊക്കെ ആയി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി, പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. തക്കാളിക്ക് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി. മസാല മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുരുമുളക് പൊടി പൊടിച്ചത് കുറച്ച് ചേർക്കാം. ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മൂത്ത് വരുന്നത് വരെ നല്ലപോലെ ഇളക്കും. മസാല മൂക്കുമ്പോൾ നല്ലൊരു മണം വെളിയിലോട്ട് വരും. മസാല മൂക്കെന്ന് മനസ്സിലാവും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തോടെല്ലാം പൊളിച്ച് വൃത്തിയാക്കി തന്ന ക്രാബാണ്. ഞാനത് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുത്ത ക്രാബാണ്. അതിന് ആ മൂത്തിരിക്കുന്ന മസാലയൊക്കെ നമുക്ക് ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. കയറി കഴിയുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് അല്പം ചൂടുവെള്ളം, ചെറിയ ചൂടാക്കിയ വെള്ളമാണ്, ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തു. ചേർത്തിട്ട് ക്രാബ് തിളച്ച് പറ്റാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. മസാല എല്ലാം പിടിച്ച് നല്ലതായിട്ട് ക്രാബ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ടേസ്റ്റ് നോക്കണം. മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണിത്. ഇതിനകത്തേക്ക് ഇനി ഒരു അല്പം പച്ച വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുത്ത് എല്ലാവരും ഒരല്പം കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് വേണം എപ്പോഴും ഉപ്പ് ചേർക്കാൻ. ചിലർക്ക് കുറച്ച് ഉപ്പാണ് ഇഷ്ടം. ഇച്ചിരി കൂടെ മോദം കിട്ടേണ്ടവർക്ക് അല്പം കൂടെ ഉപ്പ് ചേർക്കും.